തീർച്ചയായും ഈ പരാതി തുടക്കം മുതൽ വിജിലൻസിന് മതിയായ തെളിവുകളും രേഖകളും സഹിതം വിജിലൻസ് ഡയറക്ടർക്ക് നേരിട്ട് പി ദിവ്യയുടെ ബിനാമി അഴിമതി കഥകൾ സംബന്ധിച്ച് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 6 മാസം പരാതി നൽകി 6 മാസം പിന്നിട്ടിട്ടും അതിൽ ഒരു നടപടിയും വിജിലൻസിന്റെ ഭാഗത്ത് ഉണ്ടാകാത്തപ്പോഴാണ് പരാതിക്കാരൻ നിലയിൽ എന്റെ മൊഴി പോലും രേഖപ്പെടുത്താൻ വിജിലൻസ് തയ്യാറാവാത്തൊരു ഘട്ടത്തിൽ കൂടിയാണ് ഇതിന്റെ ഗൗരവം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിനകത്തൊരു അടിയന്തരമായ ഒരു പ്രാഥമിക അന്വേഷണം ഉൾപ്പെടെ നടക്കണമെന്നും യഥാർത്ഥ അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരണമെന്നും PPTV ഉൾപ്പെടെയുള്ള വലിയ കണ്ണികൾ ഏതെങ്കിലും തരത്തിൽ PPTVയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെയാണ് വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ അട്ടിമറിക്കപ്പെട്ടത്. 6 മാസമായി അതിനകത്ത് ഒരു തരത്തിലുള്ള നടപടിയും ഇല്ലാതിരുന്നത്. നേരത്തെ ഈ വിഷയത്തിൽ പരാതിയുടെ മേൽ വിജിലൻസ് അന്വേഷണത്തിന്റെ പ്രാഥമിക അന്വേഷണത്തിന്റെ പുറത്ത് തന്നെ FIR ഇടാൻ ഉത്തരവിട്ട അന്നത്തെ വിജിലൻസ് ഡയറക്ടറായിരുന്ന യോഗേഷ് ഗുപ്ത ഉൾപ്പെടെ അതിന്റെ കാരണത്താൽ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെ വാർത്തകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. പിന്നീട് അദ്ദേഹത്തെ DGP പട്ടികയിലേക്ക് പോലും പരിഗണിക്കാതിരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഉന്നതരായ പല CPM നേതാക്കളെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഫലമായിട്ടായിരുന്നു ഈ PP ദിവ്യയുടെ ബിനാമി സ്വത്തിലും അഴിമതി കഥകളിലുമുള്ള വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നതെന്ന ബോധ്യമുണ്ടായത്. അതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ച് ഇതിന്റെ കാര്യകാരണങ്ങളും തെളിവുകളും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ ആ കുറ്റപത്രത്തിലെങ്കിലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നെങ്കിലും അവിടെയൊക്കെ നമുക്ക് തെറ്റുകയാണ് ഉണ്ടായത്. അത്തരം യാതൊരു പരാമർശങ്ങളും ഇല്ലാതെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഈ വിജിലൻസ് അന്വേഷണം പരാതിയും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരമൊരു നടപടി എടുക്കാത്ത സാഹചര്യം, അന്വേഷണങ്ങളിലേക്ക് നീങ്ങാത്ത ഒരു സാഹചര്യം കൂടി സംശയാസ്പദമാണ്. ഇതാണ് ഒരുപക്ഷെ ഹർജിയുമായി പോകാൻ താങ്കളെ പ്രേരിപ്പിച്ചത്. തീർച്ചയായും ഇതിപ്പോ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ CBI അന്വേഷണത്തെ, ആ കുടുംബം ആവശ്യപ്പെട്ട CBI അന്വേഷണത്തെ എതിർക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിൽ PP ദിവ്യക്ക് അപ്പുറത്തേക്ക് ഒരു പ്രതി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നതുകൊണ്ടല്ല, മറിച്ച് ഇതിന്റെ പിന്നിലെ ബിനാമി ഇടപാടുകളും ഈ ഉന്നത നേതാക്കൾക്ക് ഉൾപ്പെടെ പങ്കുള്ള അവരുടെ കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും ഒക്കെ പങ്കുള്ള ബിനാമി ഇടപാടുകൾ പുറത്തു വന്നേക്കാം മറ്റൊരു ഏജൻസി അന്വേഷിച്ചാൽ എന്ന ആ ഒരു ഭയത്തിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസ് അല്ലാതെ മറ്റൊരു ഏജൻസിയും ഈ പറഞ്ഞ ADM നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കാൻ പാടില്ല എന്ന തീരുമാനത്തിലേക്ക് CPMഉം സർക്കാരും എത്തിയത്. അത് തന്നെയാണ് ആ കുടുംബത്തോട് ഇന്നും നീതികേട് തന്നെയാണ് ഗവൺമെന്റും CPMഉം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം പോലും ആ തുടരന്വേഷണത്തെ പോലും വലിയ ആവേശത്തിൽ എതിർക്കുന്ന സമീപനം കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് റിപ്പോർട്ടിന്റെ രൂപത്തിൽ കോടതിയിലുണ്ടായി. അതും ഈ നവീൻ ബാബുവിന്റെ മരണവും അന്ന് ഉയർന്നു വന്ന ബിനാമി ആരോപണങ്ങളും പെട്രോൾ പമ്പ് ഇടപാടുമായി ബന്ധപ്പെട്ട പണവും പുറവിടവും എല്ലാം തേടിപ്പോകുമ്പോൾ എല്ലാം ചെന്നെത്താൻ പോകുന്നത് ഒരു പ്രത്യേക കേന്ദ്രത്തിലാണ്, ഉന്നതമായ ഒരു പാർട്ടി നേതാവിന്റെ കേന്ദ്രത്തിലാണ്, അവരുടെ കുടുംബത്തിലാണ് എന്ന ബോധ്യം അത് തന്നെയാണ് ഇപ്പോൾ PP ദിവ്യയുടെ ബിനാമി കേസും അട്ടിമറിക്കാൻ ഈ സർക്കാർ തന്നെ നേതൃത്വം നൽകുന്നത്. കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അതനുസരിച്ച് തന്നെയാണ് ഈ നിയമ പോരാട്ടത്തിന് നേതൃത്വം നൽകി മുന്നോട്ട് പോകുന്നത്.